സാർ 206 ഗസ്റ്റ് മിനിഞ്ഞാന്ന് റൂമിൽ കയറിയതാ. ഞാൻ പലതവണ മുട്ടി നോക്കി, തുറക്കുന്നില്ല. അതെന്താണെന്ന് അറിയില്ല സാർ. നീ ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തേ. അമിതമായി മദ്യപിച്ചതിന് ശേഷം അബോധാവസ്ഥയിൽ വെള്ളത്തിൽ കുതിർന്നു കിടന്നാൽ, അതും ഹൈയസ്റ്റ് കൂളുള്ള AC റൂമിൽ, ബ്രെയിൻ സെൽസിനെ അത് ബാധിക്കും, മരവിപ്പിക്കും. പിന്നെ അയാൾക്ക് ബെഡിൽ നിന്ന് പരസഹായമില്ലാതെ എണീക്കാൻ സാധിക്കില്ല. തക്ക സമയത്ത് രോഗി ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ മരണം ഉറപ്പാ. ഇതുപോലെ നിരവധി സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാറിലെ വെയിറ്റർ പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് ഒരു കുപ്പി മദ്യമെങ്കിലും അയാൾ അകത്താക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ മദ്യത്തിന്റെ ലഹരി കുറയ്ക്കാൻ വേണ്ടി അയാൾ കുളിച്ചതാവാം. എനിവേ, എന്തെങ്കിലും മർഡർ സിംറ്റംസ്? നോ, ദിസ് ഈസ് എ നാച്ചുറൽ ഡെത്ത്. എൻ്റെ അനുഭവത്തിൽ ഇത് ആദ്യ സംഭവമാണെങ്കിലും ഇതുപോലുള്ള ഡെത്തിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് ഒരു ഇംഗ്ലീഷ് ബുള്ളറ്റിനിൽ വായിച്ചിട്ടുമുണ്ട്. പിന്നെ നിങ്ങളുടെ കണ്ണിൽ എല്ലാത്തിനും ഒരു നെഗറ്റീവ് വേ ഉണ്ടാവുമല്ലോ. എന്ത് ചെയ്യാനാ ഡോക്ടറെ, പോലീസായി പോയില്ലേ. നാട്ടിലൊരു മരണം നടന്നാൽ, അതെ, അതും ഇതുപോലൊരു മുറിയിൽ വെച്ച്. പിന്നെ നാട്ടുകാർക്ക് അതൊരു കൊലപാതകമായി കാണാനാണ് ഇഷ്ടം. അന്വേഷണം പൂർത്തിയായതിനു ശേഷം കൊലപാതകമാണെന്നതിന്റെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ മാധ്യമങ്ങൾ അതൊരു ആഘോഷമാക്കി മാറ്റും. പിന്നെ ഞങ്ങൾക്ക് സസ്പെൻഷൻ, പനിഷ്മെന്റ്, എന്തെല്ലാം പൊല്ലാപ്പുകളാണ് ഡോക്ടറെ. ഇപ്പോഴാണെങ്കിൽ റിട്ടയർഡ് ഓഫീസർമാർ പോലും ഞങ്ങൾക്ക് എതിരായി പറയും. ഞാൻ കുറ്റം പറഞ്ഞതല്ല, നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. താങ്ക് യു ഡോക്ടർ. ഈ റിപ്പോർട്ട് എനിക്ക് പൂർണ്ണമായും പ്രൊസീഡ് ചെയ്യാമല്ലോ? മറ്റൊരു സാധ്യത ഒന്നും കാണുന്നില്ലല്ലോ? നോ. ആർ യു ഷുവർ? നോ എവിഡൻസ്. Cheers. നിനക്കെന്ത് തന്നാലും എനിക്ക് മതിയാവില്ല. അയാൾ ജീവിച്ചിരുന്നാൽ ഞാൻ ഇരുമ്പഴിക്കുള്ളിലാവും. ഇപ്പോഴത്തെ കോടതി വിധിയൊക്കെ നിനക്കറിയാമല്ലോ. പൊതുഖജനാവിന് ദോഷം ചെയ്യുന്ന ഏത് അഴിമതി തെളിഞ്ഞാലും ശിക്ഷ ഉറപ്പാ. കേന്ദ്രമന്ത്രിമാരെ വരെ തീഹാർ ജയിലില്ല. നമ്മുടെ മുൻ മന്ത്രിയും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്ന് ഉണ്ടെത്തുന്നത് നിനക്ക് ഓർമ്മയില്ലേ? അയാളോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ, പണമായോ എസ്റ്റേറ്റായോ എന്ത് വേണമെങ്കിലും തരാമെന്ന്. കേട്ടില്ല. ഇനി സാക്ഷി അങ്ങ് യമലോകത്ത് പോയി പറയട്ടെ. ഒരുപാട് താപ്പാനകളെ മെരുക്കിയിട്ടാ ഞാൻ ഈ സ്ഥാനത്ത് വന്നത്. പിന്നെയായി കുഴിയാന. അഡ്വാൻസ് കഴിച്ചു പറഞ്ഞ തുകയിലും 10 ലക്ഷം രൂപ കൂടുതലുണ്ട്. നിന്നെ എനിക്ക് ഇനിയും ആവശ്യം വരും. ഏതായാലും രവിവർമ്മയുടെ കാര്യം ഇതോടെ ക്ലോസ്. ഹലോ, ഞാനാ നിഷ. എന്താ? എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം. ഇപ്പൊ എവിടെ ഉണ്ട്? ഓഫീസിനടുത്തുള്ള റെസ്റ്റോറന്റിൽ വന്നാൽ മതി. ഓക്കെ, ഞാനിപ്പോ വരാം.
എനിത്തിങ് മോർ? നോ താങ്ക്സ്. ഒരുപാട് നാളായി ഞാൻ സഹിക്കുന്നു. ഇനി എനിക്ക് പറ്റില്ല. ഞാൻ ഡൈവോഴ്സ് നോട്ടീസ് അയക്കാൻ ഏർപ്പാടാക്കാൻ പോവാ. അതിനു മുമ്പ് ഋഷിയോടൊന്ന് പറയണമെന്ന് തോന്നി. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഇല്ല ഋഷി, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാ. എപ്പോഴും കുറെ തല്ലിപ്പൊളി കൂട്ടുകാർ കൂടെ ഉണ്ടാവും. പെത്തടിനും ബ്രൗൺ ഷുഗറും ഒക്കെയാ മറ്റു കൂട്ടുകാർ. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു നല്ല വാക്ക് പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞുണ്ടാവാൻ ഏതൊരു പെണ്ണിനും ആഗ്രഹം ഉണ്ടാവില്ലേ? ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതെ വരുമ്പോഴുള്ളൊരു വീർപ്പുമുട്ടൽ. അത് പറഞ്ഞാ ഋഷിക്ക് മനസ്സിലാവില്ല. എന്നാലും ഞാൻ സംസാരിക്കട്ടെ, എന്നിട്ട് മതി നോട്ടീസ്. പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഋഷി ഒന്ന് ശ്രമിച്ചു നോക്ക്. എൻ്റെ എല്ലാ ആപത്ത് സമയത്തും എന്നെ സഹായിച്ചത് നിഷയുടെ പപ്പ മേനൻ സാറാണ്. സ്വന്തം മോനെ പോലെ അദ്ദേഹം എന്നെ കണ്ടിരുന്നത്. മേനൻ സാർ പറയുമായിരുന്നു, നിഷ എൻ്റെ സ്വന്തം പെങ്ങളാണ്. ഞാൻ സംസാരിച്ച് ശരിയാക്കും. വിനോജിനെ ഞാൻ നേർവഴിക്ക് കൊണ്ടുവരും. എനിക്ക് ഓഫീസിൽ കയറാൻ സമയമായി. നമുക്കിറങ്ങാം. ഓക്കെ. നിഷ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഇവനാണോടി നിന്റെ പുതിയ സെറ്റപ്പ്? വിനോജേ, എൻ്റെ പെങ്ങളാ നിഷ. പെങ്ങള്? മറ്റുള്ളവന്റെ ഭാര്യമാരെ കീപ്പാക്കി വെക്കുന്നതിന്റെ പേരാണോടാ പെങ്ങള്? ഇയാളോട് സംസാരിക്കാൻ നാണമാവില്ലേ ഋഷി? വിനോജേ, നിഷയുടെ പപ്പയോടെ എനിക്കുള്ള കടപ്പാട് നിനക്കറിയില്ലേ? എന്നെ മോനെ പോലെ കരുതിയാ വളർത്തിയത്. ആ വലിയ മനുഷ്യനെ ഓർത്താ ഞാൻ പറയുന്നത്. വിനോജ് ഇപ്പോഴത്തെ വഴി വിടണം. നിഷ യുവത്തെ സുഖമായിട്ട് ജീവിക്കണം. അത് പറയാൻ നീയാണോ? മാറ്.
ഇനി നിശയുടെ ദേഹത്തങ്ങളെ നീ കൈ തൊട്ട